നമസ്കാരം. അങ്ങനെ ലോകമെമ്പാടുമുള്ള മലയാളികൾ തിരുവോണം ആഘോഷിക്കുകയാണ്. അതിൻ്റെ ആഘോഷ നിറവൊക്കെ കഴിയാൻ പോകുന്നു. അപ്പോഴും ഒരുപാട് എന്താണ് പറയുക, സന്തോഷം പങ്കുവെക്കുന്നുണ്ട് കുടുംബാംഗങ്ങൾ തമ്മിലൊക്കെയുള്ള ദൃശ്യങ്ങൾ. അത്തരം ദൃശ്യങ്ങളൊക്കെ നമ്മൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഒപ്പം സദ്യവട്ടമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഒരു ആലസ്യമൊക്കെ മാറ്റി ഇനി പുറത്തേക്കൊക്കെ ഇറങ്ങി സുഹൃത്തുക്കളുമായി സൗഹൃദം പങ്കുവെക്കാനും സ്നേഹം പങ്കുവെക്കാനും ഒക്കെ ഒരുപാട് പേർ ഇറങ്ങുന്നുമുണ്ട്. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്ത, ഈ തിരുവോണ ദിവസം നമ്മളെ ആശങ്കപ്പെടുത്തൊരു വാർത്ത വരുന്നത് മലപ്പുറത്ത് നിന്നാണ്. മലപ്പുറം നടുവത്തെ നിപ സംശയത്തിൽ സമ്പർക്ക പട്ടിക വിപുലീകരിച്ചിരിക്കുന്നു. 151 പേർ നിരീക്ഷണത്തിലുണ്ട് എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. 2 പേർക്ക് കൂടി രോഗലക്ഷണം കണ്ടെത്തിയിട്ടുണ്ട്. ഇവരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സാമ്പിളുകൾ നിപ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്യും. വിപിൻ സി വിജയൻ മലപ്പുറത്ത് നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ. വിപിൻ, ഈ തിരുവോണ ദിനത്തിൽ ഒരു ആശങ്കപ്പെടുത്തുന്ന വാർത്ത തന്നെയാണ്. നേരത്തെ സംസ്ഥാനത്ത് നടത്തിയ ടെസ്റ്റിൽ തന്നെ നിപ സ്ഥിരീകരിച്ചതാണ്. പക്ഷേ ഔദ്യോഗികമായി ഫലം വരേണ്ടത് പൂനെയിൽ നിന്നായിരുന്നു. അതും വരുന്നു, അതും പോസിറ്റീവാണ്. അങ്ങനെയെങ്കിൽ ഈ ആശങ്ക അത് ഏത് അളവ് വരെ വേണമെന്നാണ് ആരോഗ്യ മന്ത്രാലയം ഇപ്പോൾ പറയുന്നത്? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ഈ 2 പേരുടെ രോഗലക്ഷണങ്ങൾ അത് എന്താണ്? അവർക്ക് ഇപ്പോഴുള്ള ചികിത്സ, ഒപ്പം തന്നെ അവരുടെ നില എന്താണ്? പ്രജിൻ, മലപ്പുറത്ത് ആശങ്കയേറ്റി 2 മാസത്തിനിടെ വീണ്ടും നിപ സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 മാസം മുൻപാണ് ചെമ്പ്രശ്ശേരിയിൽ 14 വയസ്സുകാരൻ നിപ ബാധിച്ച് മരിച്ചത്. ഇപ്പോൾ വീണ്ടും ഒരു നിപ ബാധ കൂടി ഇവിടെ സ്ഥിരീകരിച്ചിരിക്കുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് 22-നാണ് ബാംഗ്ലൂരിൽ നിന്ന് ഈ നടുവത്ത് സ്വദേശിയായിട്ടുള്ള 23 വയസ്സുകാരൻ നാട്ടിലേക്ക് വരുന്നത്. വന്നതിന് ശേഷം 4-ാം തീയതി പനിയുടെ ലക്ഷണങ്ങൾ കാണിച്ചു. അതിനിടയിൽ പല സ്ഥലങ്ങളിലേക്കും ഇയാൾ പോയിട്ടുമുണ്ട്. ഈ പനിയുടെ ലക്ഷണങ്ങൾ കാണിച്ചതിന് ശേഷം 5-ാം തീയതി ഇവിടുത്തെ ഒരു ആശുപത്രിയിൽ കാണിച്ചു. അതിനുശേഷം പനി മൂർച്ഛിച്ചതിനെ തുടർന്ന് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. അവിടെ വെച്ച് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ മരണം സംഭവിക്കുകയും ചെയ്യുന്നത്. ഈ മസ്തിഷ്ക ജ്വരത്തിന്റെ ചില ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ നിപയുടെ ഒരു പരിശോധനയ്ക്ക് വേണ്ടി സാമ്പിളുകൾ അയച്ചത്. ഈ പരിശോധനാ ഫലം ഇപ്പോൾ പോസിറ്റീവ് ആയിരിക്കുന്നു. വീണ്ടും മലപ്പുറത്ത് നിപ സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിൽ ആരോഗ്യവകുപ്പ് ഇതിനോടകം തന്നെ മുൻകരുതൽ എടുക്കേണ്ട നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. ഇപ്പോൾ 151 പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. അതിൽ 5 പേരെ ഐസൊലേഷനിലാണ്. ഈ 5 പേരിൽ ചെറിയ തോതിലെങ്കിലും രോഗലക്ഷണങ്ങളുള്ള ആളുകളാണ് ഇപ്പോൾ ഐസൊലേഷനിലേക്ക് മാറ്റിയിരിക്കുന്നത്. അതിൽ അവരുടെ സാമ്പിളുകൾ പരിശോധിക്കും. ഒപ്പം തന്നെ ഈ സമ്പർക്ക പട്ടിക കൂടുതൽ വിപുലപ്പെടുത്തുക, ഒപ്പം റൂട്ട് മാപ്പുകൾ തയ്യാറാക്കുക തുടങ്ങിയ കാര്യങ്ങളിലേക്ക് കൂടി ഇനി കടക്കേണ്ടതുണ്ട്. ഇത് അന്തിമഘട്ടത്തിലാണ് എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 2 പ്രധാനപ്പെട്ട ആശുപത്രികൾക്ക് പുറമെ അവിടെയുള്ള ഒരു ഡോക്ടറുടെ അടുത്തും അതുപോലെ തന്നെ ഒരു ക്ലിനിക്കിലേക്കും ഈ യുവാവ് പോയിട്ടുണ്ട്. മറ്റൊന്നുള്ളത് ടൂറായി സുഹൃത്തുക്കൾക്കൊപ്പം മറ്റ് ഭാഗങ്ങളിലേക്കും പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും സമ്പർക്ക പട്ടിക കൂടും എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന ഒരു വിവരം. തിരുവാലി പഞ്ചായത്തിൽ ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ അനൂപ് കുമാർ ഉണ്ട്. ക്രിട്ടിക്കൽ കെയറിലെ വിദഗ്ധനാണ് അദ്ദേഹം. ഡോക്ടർ, ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വാർത്ത അത് അല്പസ്വല്പം നമ്മളെ ആശങ്കപ്പെടുന്ന വാർത്ത തന്നെയാണ്. 150-ലധികം ആൾക്കാർ സമ്പർക്ക പട്ടികയിലുണ്ട് എന്ന് പറയുന്നു. 2 പേർക്ക് രോഗലക്ഷണങ്ങളുണ്ട് എന്നും പറയുന്നുണ്ട്. 5 പേരുടെ സാമ്പിളുകൾ ഇപ്പോൾ ടെസ്റ്റിനായി അയച്ചു എന്നും പറയുന്നു. ഇപ്പോൾ ഈ 2 മാസത്തിനിടവേളയിൽ മലപ്പുറത്ത് തന്നെ ഇങ്ങനെ രോഗം സ്ഥിരീകരിക്കുന്നു, മരണം സംഭവിക്കുന്നു. എത്രമാത്രം ആശങ്കയുടെ സാഹചര്യമാണിപ്പോൾ? നമുക്ക് ഇത് 6-ാമത്തെ പ്രാവശ്യമാണ് ഇപ്പൊ കേരളത്തിൽ നിപ്പ സ്ഥിരീകരിക്കുന്നത്. സമ്പർക്ക പട്ടികയിൽ ആൾക്കാരുടെ എണ്ണം കൂടുന്നു എന്നുള്ളത് നമുക്ക് കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നില്ല. നേരെ മറിച്ച് നമ്മൾ ഈ സമ്പർക്ക പട്ടികയിൽ തന്നെ ഈ വളരെ അടുത്ത് ഹൈ റിസ്ക് കോണ്ടാക്ട് എന്ന് പറയും, നമ്മുടെ രോഗിയുമായി വളരെ അടുത്ത് ഈ ഒരു അടഞ്ഞ സ്പേസിൽ വെച്ച്, അതല്ലെങ്കിൽ അധികം വായു സഞ്ചാരമില്ലാത്ത ഒരു സ്ഥലത്ത് വെച്ച് ഈ കൃത്യമായ രീതിയിലുള്ള ഈ പ്രിക്കോഷൻസ് ഇല്ലാതെ, മാസ്കോ അല്ലെങ്കിൽ അതേപോലെ തന്നെ ഹാൻഡ് ഹൈജീൻ ഇല്ലാതെ അടുത്ത് ബന്ധപ്പെടുന്ന ഒരു സാഹചര്യം കൂടുതൽ സമയത്തേക്ക് 2 മിനിറ്റിലധികം വരുന്ന സമയത്താണ് ഒരാൾ ഹൈ റിസ്ക് കോണ്ടാക്ട് ആവുന്നത്. സാധാരണ രീതിയിൽ രോഗിയുടെ അടുത്ത ബന്ധുക്കളോ അതല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരോ ആണ് ഇതേ രീതിയിലുള്ള ഹൈ റിസ്ക് കോണ്ടാക്ട് ആകാറ്. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരിലേക്ക് രോഗലക്ഷണം വരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ തന്നെ ഈ രോഗിക്ക് എവിടെ നിന്നാണ് രോഗം കിട്ടാനുണ്ടായ സാഹചര്യം, ഇത് ആദ്യത്തെ ഇൻഡെക്സ് കേസ് തന്നെയാണോ അതോ അല്ലെങ്കിൽ ആദ്യത്തെ കേസിൽ നിന്ന് രണ്ടാമത് വേറൊരാളിലേക്ക് വന്നതാവുമോ ഈ രോഗി എന്നുള്ളതാണ് നമ്മൾ അടുത്തത് കൃത്യമായ രീതിയിലുള്ള ഒരു നിഗമനം വരേണ്ടത്. ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ മുമ്പൊക്കെ കണ്ട പോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ജനിതക വ്യതിയാനം ഈ വൈറസിന് സംഭവിക്കുന്നില്ലെങ്കിൽ വലിയ രീതിയിലേക്കുള്ള ഒരു രോഗവ്യാപനം ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. ഈ സാധാരണ അധിക സമയത്തും ഈ രോഗം ആദ്യ രോഗിയിൽ തന്നെ ഒതുങ്ങി നിൽക്കുകയോ അല്ലെങ്കിൽ ആദ്യ രോഗിയിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നതനുസരിച്ചിട്ട് രോഗത്തിന്റെ വ്യാപന സാധ്യത കുറയുകയും
ഈ സ്വയം തന്നെ രോഗം നിയന്ത്രണ വിധേയമാവുകയും ചെയ്യുന്നതാണ് കാണാറ്. ഡോക്ടറെ, ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ നിപ്പ കേസ് ആദ്യം തിരിച്ചറിഞ്ഞ ഡോക്ടർ എന്ന നിലയിൽ അതിൻ്റെ ഈ ജനിതക മാറ്റ സാധ്യതകളെക്കുറിച്ചൊക്കെ താങ്കൾ കൂടുതലായി അറിഞ്ഞിരിക്കും, പഠിച്ചിരിക്കും. അപ്പോൾ അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ മാറ്റം വരുന്ന തരത്തിലുള്ള വൈറസാണോ നിപ്പയുടേത്? അത്തരം വിവരങ്ങൾ എന്താണ് ഡോക്ടർ? 2018 ആദ്യം കോഴിക്കോട് നിപ്പ സ്ഥിരീകരിക്കുന്നത്. പിന്നീട് 2019 കോഴിക്കോട് നിപ്പ 2019 കൊച്ചിയിൽ രോഗസ്ഥിരീകരണം നടന്നു. പിന്നീട് 21 പിന്നെ 23, 24 അങ്ങനെയാണ് രോഗസ്ഥിരീകരണം നടന്നിരിക്കുന്നത്. ഈ 2023 വരെ നമുക്ക് ലഭ്യമായ ഈ ജനിതക ഘടനയുടെ വിവരങ്ങളൊക്കെ തന്നെ ഏകദേശം ഒരേ രീതിയിലുള്ള ബംഗ്ലാദേശ് സ്ട്രെയിനിൽ നിന്ന് ചെറിയ വ്യത്യാസം വരുത്തുന്ന ഒരു ഇന്ത്യൻ ക്ലെയ്ഡാണ് രോഗവ്യാപനം നടത്തിയിരിക്കുന്നത്. അതിൽ വലിയ രീതിയിലേക്കുള്ള ഒരു ജനിതക വ്യതിയാനം ഈ രോഗികളിൽ ഒന്നും തന്നെ കണ്ടിട്ടില്ല. അതേപോലെ തന്നെ നമ്മൾ വവ്വാലുകളിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകൾ നടത്തിയ പഠനങ്ങളിലും ഏകദേശം സമാനമായ ഈ ജനിതക ഘടനയുള്ള വൈറസുകളെയാണ് കണ്ടത്. എന്നിരുന്നാലും നമുക്ക് ഒരിക്കലും അത് വൈറസിനൊരു വ്യതിയാനം വരില്ല എന്നോ അതല്ലെങ്കിൽ വൈറസിന് വ്യതിയാനം വന്ന് അതിന്റെ വ്യാപന രീതികൾക്ക് വ്യത്യാസം വരില്ല എന്നോ ഒരിക്കലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ലോകാരോഗ്യ സംഘടനയൊക്കെ തന്നെ ഇതിനൊരു ഹൈ പ്രയോറിറ്റി ലിസ്റ്റിൽ ഈ വൈറസിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നതും അത് വലിയ രീതിയിലേക്ക് ചിലപ്പോൾ രോഗവ്യാപനം നടക്കാനുള്ള ഒരു സാധ്യത മുൻകൂട്ടി കാണുകയും ചെയ്തിരിക്കുന്നത്. ശരി, ഒരൊറ്റ കാര്യം കൂടി ഡോക്ടർ. ഇപ്പോൾ ആ മേഖലയിലാകെ തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആരോഗ്യ മന്ത്രാലയം. മാസ്ക് ആ പഞ്ചായത്തിൽ നിർബന്ധമാക്കിയിട്ടുണ്ട്. മറ്റെന്തൊക്കെ കാര്യങ്ങൾ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്? വലിയ രീതിയിലുള്ള ഒരു ആശങ്കപ്പെടേണ്ട കാര്യമില്ല. എന്നിരുന്നാലും നമുക്കിതിന്റെ രോഗലക്ഷണങ്ങളെ പറ്റി തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം ഈ രോഗിയുമായി ഏതെങ്കിലും രീതിയിലുള്ള സമ്പർക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഈ രോഗിക്ക് വേറെ ഏതെങ്കിലും ഒരാളിൽ നിന്നാണ് രോഗവ്യാപനം നടന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആൾക്കാരിലും രോഗവ്യാപനം വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മുമ്പെല്ലാം സൂചിപ്പിച്ച പോലെ തന്നെ ഈ നിപ്പ സമാനമായ രോഗലക്ഷണങ്ങൾ 2 രീതിയിലാണ് നിപ്പ രോഗലക്ഷണങ്ങൾ വരാറ്. ഒന്ന് ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണങ്ങൾ, അതല്ലെങ്കിൽ മസ്തിഷ്ക ജ്വരത്തിന്റെ സമാനമായ രോഗലക്ഷണങ്ങൾ. ചില ആൾക്കാരിൽ ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഒരു കോമ്പിനേഷനും കാണാം. ഈ ശരി. ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണങ്ങളാകുമ്പോൾ പനി, ചുമ, ശ്വാസതടസ്സം തുടങ്ങിയ രോഗലക്ഷണങ്ങളാണ് ഉണ്ടാവുക. മസ്തിഷ്ക ജ്വരത്തിന്റെ രോഗലക്ഷണങ്ങളാവുമ്പോൾ പെരുമാറ്റത്തിലുള്ള വ്യത്യാസം, ബോധക്ഷയം, അപസ്മാരം തുടങ്ങിയ വ്യത്യാസങ്ങളാണ് കാണുക. ഇത്തരത്തിലുള്ള ഏതെങ്കിലും രോഗലക്ഷണങ്ങളുള്ള ആരെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ ആരോഗ്യ പ്രവർത്തകരെ ബന്ധപ്പെടുകേണ്ടതാണ്. അതേപോലെ തന്നെ ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ ഏതെങ്കിലും ഇത്തരം രീതിയിലുള്ള രോഗലക്ഷണങ്ങളുമായി കൃത്യമായ രീതിയിലുള്ള ഈ രോഗ സ്ഥിരീകരണം നടക്കാത്ത ആൾക്കാരുണ്ടെങ്കിലോ അല്ലെങ്കിൽ വളരെ ഗുരുതരാവസ്ഥയിൽ മരണപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിലോ തീർച്ചയായിട്ടും അവരും വിവരം ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കുകയും അത്തരത്തിലുള്ള ആൾക്കാരിലൂടെയാണോ രോഗവ്യാപനം നടന്നിരിക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായ പഠനം നടത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ശരി, നന്ദി ഡോക്ടർ. ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ഡോക്ടർ AS അനൂപ് കുമാറാണ് നിപ്പയെക്കുറിച്ചും നിപ്പയിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന കാര്യം ഇപ്പോൾ പ്രേക്ഷകരോട് പറഞ്ഞത്.